ബഹുമാന്യരായ ഈ എടത്തനാട്ടുകരയിൽ സമ്മേളിച്ചിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ പുറത്തു വന്ന തെരഞ്ഞെടുപ്പ് ഫലം UDFന്റെ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് നമ്മുടെ മുമ്പിൽ പ്രകടമാക്കിയത്. കേരളത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ 102 സീറ്റുകളുമായി അധികാരത്തിലേക്ക് വരികയാണ് ജനാധിപത്യ മുന്നണി. പിണറായി വിജയനെ പോലും അവരുടെ കോട്ടക്കൊത്തളങ്ങളിൽ 6 റൗണ്ട് പിടിച്ചു നിർത്തി നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ. പല കമ്മ്യൂണിസ്റ്റ് കോട്ടക്കൊത്തളങ്ങളും, അതിൽ തളിപ്പറമ്പുണ്ട്, പയ്യന്നൂരുണ്ട്, ഒക്കെ തകർന്ന തരിപ്പണമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മുടെ മണ്ണാർക്കാട്ടേക്ക് വന്നാൽ ഇവിടെയും നമ്മൾ പുതിയ ഒരു ചരിത്രം തീർത്തിരിക്കുകയാണ്. 4 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷവുമായാണ് UDFന്റെ പ്രതിനിധിയായ എന്നെ നിങ്ങൾ വിജയിപ്പിച്ചത്. എന്റെ ജീവനുള്ളിടത്തോളം കാലം ഈ വലിയ പിന്തുണ എനിക്ക് മറക്കാൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയായിരുന്നു അട്ടഹാസം! ഈ എടത്തനാട്ടുകരയ്ക്ക് ചില പ്രത്യേകതകളുണ്ടല്ലോ. ചില ആളുകൾ പുതിയ ചില വാദങ്ങളുമായൊക്കെ ചില സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ അവർക്കില്ലാത്ത ജനസ്നേഹമില്ലായിരുന്നു. ഇതൊക്കെ നാട്ടുകാർ കാണുന്നതാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ഞാൻ കഴിഞ്ഞ 15 കൊല്ലക്കാലമായി നിങ്ങൾക്കൊപ്പമുണ്ട്. ഈ നാടിന്റെ കുതിപ്പിലും കിതപ്പിലും ഞാനുണ്ട്. അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിച്ചത്. നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു, ക്ഷേമ പദ്ധതികൾ കൊണ്ടുവന്നു. അന്ന് സേവനം എന്താണ്, വികസനം എന്താണെന്ന് അറിയാത്തവർ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ ക്ഷേമമെന്നും വികസനമെന്നും പറഞ്ഞിറങ്ങിയാൽ അത് ജനങ്ങളെ വിശ്വസിക്കുമെന്ന് കരുതിയോ? അങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ, പ്രത്യേകിച്ച് എടത്തനാട്ടുകാരെ പറ്റിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കിയത്. രാവിലെ വോട്ടെണ്ണിയപ്പോ നമ്മൾ ഈ 4 ലക്ഷത്തിലേക്കുള്ള കുതിപ്പിൽ അതിന്റെ അടിത്തറ പണിതത്, പ്രിയമുള്ളവരെ, നിങ്ങളാണ്. ഈ വിജയത്തിന്റെ ശില്പികൾ, അതിന് തുടക്കം കുറിച്ചവർ എന്റെ പ്രിയപ്പെട്ട എടത്തനാട്ടുകരക്കാരാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വികസന പ്രവർത്തനങ്ങളുമായി, ക്ഷേമ പദ്ധതികളുമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഇനിയും ആ യാത്ര തുടരും. ആ യാത്ര നിർത്തേണ്ടതില്ല എന്നാണ് ഇന്ന് മണ്ണാർക്കാട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ UDFന്റെ ഒരു ഭരണം കടന്നു വരികയാണ്. 102 സീറ്റുമായി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഭരണത്തിലേക്ക് വരുമ്പോ അതിന് കൈപ്പൊക്കുന്ന ഒരു ജനപ്രതിനിധിയെ തന്നെയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഭരണത്തിന്റെ ഗുണഫലങ്ങൾ ഈ മലയോര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. നമുക്കൊരുമിച്ച് പ്രവർത്തിച്ച് വികസനത്തിന്റെ, ക്ഷേമ പ്രവർത്തനങ്ങളുടെ പുതിയ വസന്തത്തെ വരവേൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, സമയം വൈകിയതുകൊണ്ട് മറ്റ് വിഷയങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. വോട്ട് ചെയ്തും മറ്റു നിലക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിയും വളരെ വലിയ അധ്വാനമാണ് ഈ എടത്തനാട്ടുകരയിലും പരിസരത്തുമുള്ളവർ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തു തന്നത്. അതിന് UDFന്റെ പേരിൽ ഞാൻ എന്നും നിങ്ങളോട് കടപ്പെട്ടവനായിരിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ നന്ദി എന്റെ പ്രവർത്തനങ്ങളിലൂടെ വരും നാളുകളിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും പ്രിയപ്പെട്ട കുട്ടികൾ വരെ വലിയ ആവേശത്തിലാണ്. ആ നമ്മുടെ കുട്ടികൾക്കുൾപ്പെടെ മുതിർന്നവർ, കാരണവന്മാർ എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ, മനസ്സ് നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
അഭിവാദ്യങ്ങൾ.